ആദ്യം അന്ന് തന്നെ ഉയർത്തി സമരങ്ങൾ നടത്തിയത് അന്ന് നമ്മൾ ബോയ്ക്കോട്ട് ചെയ്തു. സമരങ്ങൾ കവാടത്തിന് മുമ്പിൽ സമരം ആരംഭിച്ച് പിറ്റേ ദിവസമാണ്, പിറ്റേ ദിവസം രാവിലെ മുതലാണ്. ആ സമരത്തിലാണ് ഇപ്പം ഈ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും തമാശയുണ്ട്. രാഹുൽ ഗാന്ധി ചെയ്യാത്ത കുറ്റത്തിന് പേരിൽ രാഹുൽ ഗാന്ധിൻ്റെ പേരിൽ നോൺ വേരിയബിൾ ഒഫൻസ് ഇട്ട് കേസെടുത്തിരിക്കുകയാണ്. കൊടുക്കാവുന്ന എല്ലാ പരാതിയും കൊടുത്ത് കേസെടുത്തിരിക്കുകയാണ്. ജാമ്യം കിട്ടാത്ത രീതിയിൽ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. കാരണം BJP-ക്കാർ തന്നെ തള്ളിയിട്ട് അതിൻ്റെ ഫലമായിട്ടാണ് ഒരു ലോകസഭാ അംഗത്തിന് പരിക്കേറ്റത്, മുമ്പത്തെ കേന്ദ്രമന്ത്രിക്ക് ഒറീസയിൽ നിന്നുള്ള. പിന്നെ രാജ്യസഭയിലെ വനിതാ മെമ്പർ, നിങ്ങൾ അതിൻ്റെ CCTV നോക്കിയാൽ കാണാൻ സാധിക്കും. CCTV ദൃശ്യത്തിൽ ഇതൊന്നും കാണാൻ കഴിയില്ല. പക്ഷേ ഭരണത്തിൻ്റെ സ്വാധീനം വെച്ചുകൊണ്ട്, ഭരണത്തിൻ്റെ ശക്തി വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ കള്ളക്കേസ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഈ കള്ളക്കേസ് ഉൾപ്പെടെ പിൻവലിക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇപ്പോൾ സഭക്കകത്ത് ആകെ 4 ബില്ലാണ് പാസ്സായത്, രാജ്യസഭയിൽ 3 ബില്ലാണ് പാസ്സായത്. ഒരുപാട് ബില്ല് കൊണ്ടുവരാൻ തീരുമാനിച്ചു, ബില്ലൊന്നും കൊണ്ടുവന്നില്ല. കാരണം പ്രതിപക്ഷ ബഹുമാനത്തിൻ്റെ അംശം പോലും കാണുന്നില്ല സഭക്കകത്ത്. പ്രതിപക്ഷത്തെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. മന്ത്രിമാർ കൃത്യമായി മറുപടി പറയുന്നില്ല. ഒരു ചോദ്യം ചോദിച്ചാൽ, സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഒരു മറുപടിയും കൃത്യമായി പറയുന്നില്ല. ഒരു ഏകപക്ഷീയമായ പോക്കാണ് ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തുന്നത്. അതുകൊണ്ട് ജനാധിപത്യത്തിന് പോലും ഭീഷണിയാകുന്ന വിധത്തിലാണ് ഇന്ന് കേന്ദ്ര ഭരണകൂടം എന്ന് പറയേണ്ടി വരും. അല്ല, ഞങ്ങളിത് രാഷ്ട്രീയമായും നിയമപരമായും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയമായ പ്രക്ഷോഭം പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒരുമിച്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. നിയമപരമായി ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും അതും പരിശോധിക്കുകയാണ്. അല്ല, എന്നാലും എന്ത് ചെയ്യാൻ പറ്റുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങളിലെത്തിക്കാനാണ് ഞങ്ങളുടെ ശ്രമം. ഈ വിഷയം ജനങ്ങളിലെത്തിക്കാൻ വേണ്ടിയാണ്. ഏതാ? അല്ല, അതെല്ലാം കഴിഞ്ഞ വിഷയം, അടഞ്ഞ അധ്യായമല്ലേ ഏത്? അല്ല, അതിന് ലീഡറുടെ അനുസ്മരണത്ത് പറഞ്ഞതല്ലേ? അല്ല 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 ഇല്ല, അത് ലീഡറുടെ അനുസ്മരണ. അത് പറ. ഇന്ന് വിളിച്ചത് ദേശീയ പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ വിഷയമാണ്. ഇത് രാഹുൽ ഗാന്ധിയെ പ്രതിയാക്കി രാഹുൽ ഗാന്ധിയെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കം BJP ഭരണകൂടം ആരംഭിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ദളിത് സമൂഹത്തിനെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് അമിത്ഷാ പെരുമാറിയിട്ടുള്ളത്. ഈ വിഷയം ജനങ്ങളെയും നാടിനെയും അറിയിക്കാൻ വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. അതിലപ്പുറം ഒന്നുമില്ല. ഇന്നത്തെ പത്രസമ്മേളനം ഇത് മാത്രമാണ്. ഇതിലപ്പുറം ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. നിങ്ങൾ എന്തു പറഞ്ഞാലും എൻ്റെ വായിന്ന് ഒരക്ഷരം വീഴില്ല. ഒന്നും പറയില്ല. വേറെ ഒന്നും കൊണ്ടോ? ഏതാ? അല്ല, ഇന്നിപ്പോൾ ഈ പത്രസമ്മേളനത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യിക്കാൻ നിങ്ങൾ ശ്രമിക്കണ്ട. ഇത് ഏറ്റവും ദേശീയ പ്രാധാന്യമുള്ള വിഷയമാണ്. ഈ ദേശീയ പ്രാധാന്യമുള്ള വിഷയം ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ MP-മാരും ഒരുപോലെ അവരുടെ മണ്ഡലങ്ങളിൽ ജനങ്ങളെ അറിയിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഇന്നത്തെ പത്രസമ്മേളനം ഇതാണ്. സമയം വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറയും. രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയുടെ വിജയം എന്ന് പറയുന്നത്
അല്ല വിജയരാഘവൻ പറഞ്ഞാൽ ഞാൻ മറുപടി പറയണോ? അല്ല അല്ല അത് 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 അല്ല 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 അത് അല്ല ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എങ്ങനെ ജയിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അവരൊക്കെ ഒരു ജനങ്ങളുടെ മനസ്സുകളുടെ ബിംബങ്ങളാണ്. ആ ബിംബങ്ങൾക്ക് എല്ലാവരും വോട്ട് ചെയ്യും. അത് ജാതിയുമില്ല, മതവുമില്ല, കക്ഷി രാഷ്ട്രീയമില്ല. CPM വോട്ടെന്നേ വോട്ട് ചെയ്തു. നിങ്ങൾ CPMൻ്റെ ഇത്തവണത്തെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയട്ടെ. ബൂത്തുകളിലെ CPM ബൂത്തുകളൊക്കെ തന്നെ വലിയ ലീഡാണ് പ്രിയങ്ക കിട്ടിയിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊരു ദേശീയ നേതാക്കൾ എന്ന നിലക്ക് അവരെവിടെ പോയി മത്സരിച്ചാലും അവർക്കൊരു വോട്ടുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കണത് അത് ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ അകത്ത് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവകാശമില്ലേ? അവർക്ക് സ്വയം തീരുമാനിക്കാൻ അധികാരമില്ലേ ആർക്ക് വോട്ട് ചെയ്യണം? വ്യക്തിയുടെ സ്വാതന്ത്ര്യം, വ്യക്തിയുടെ അഭിപ്രായമല്ലേ പ്രധാനം. നിങ്ങളിപ്പോൾ ആർക്കാ വോട്ട് ചെയ്യുന്നത് എനിക്കറിയോ? നിങ്ങളിഷ്ടമല്ലേ? എൻ്റെ ഇഷ്ടമല്ലേ എനിക്ക് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്? അപ്പോൾ ആര് വോട്ട് ചെയ്താൽ ആ വോട്ട് ഞങ്ങൾക്ക് കിട്ടുന്നു. എന്താ അത്ഭുതം? എന്താ അത്ഭുതം? ഏത് അല്ല ഈ കഴിഞ്ഞ ഞാൻ ഒരു കാര്യം പറയാം. കഴിഞ്ഞ കാലങ്ങളെല്ലാം CPM ഏത് വോട്ട് സ്വീകരിച്ച തുറന്നു പറയണം. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ വളരെ കൃത്യമായി പറഞ്ഞു. അമീറിനെ CPM ലീഡേഴ്സ് വന്ന് കണ്ടതും എത്രയോ വർഷക്കാലം താഴെത്തട്ടിൽ കണ്ടത്, എത്രയോ വർഷക്കാലം തെരഞ്ഞെടുപ്പുകൾ സഖ്യമുണ്ടാക്കി തുറന്നു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. PDPയുമായി മദനിയുമായി. ഈ വേഷം കെട്ടിയ ആളുകളാണ് ഇപ്പം പറഞ്ഞ ഞങ്ങളെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ പറയാം, വൈദ്യരെ സ്വയം ചികിത്സിക്കൂ എന്നാണ് എനിക്ക് വിജയരാഘവനോടും എനിക്ക് പറയാനുള്ളത്. ഒന്നുമില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ ഇല്ലല്ലോ. ഇതിപ്പോൾ ഈ വിഷയം ദേശീയ രാഷ്ട്രീയ പ്രധാന വിഷയം. ശരി.